ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ സൺസെറ്റ് ഏകദേശമായി എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മൾ ഈ ഒരു റോഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈഡിലേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ പോയിട്ട് ഈ ഒരു റോഡിൻ്റെ വൈബും കാര്യങ്ങളും ഒക്കെ എടുക്കാം. ഇതൊരു മൂവി കാരണം ഫേമസ് ആയിപ്പോയൊരു സ്പോട്ടാണ്. അപ്പോൾ നിങ്ങൾ മൂവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാരൂഖ് ഖാൻ്റെ ഒരു മൂവിയാണ്. ജബ് തക് ഹേ ജാൻ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ഇതിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ അവിടെയൊക്കെ ഇപ്പോൾ വയനാട്, കുട്ടനാട് അവിടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. ഇതേപോലെയുള്ള രണ്ട് സൈഡിലും തെങ്ങുകളുള്ള റോഡുകളും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടെ വരുന്ന ഡൽഹിയിൽ നിന്ന്, മുംബൈയിൽ നിന്ന്, പുറത്തുനിന്നൊക്കെ വരുന്നവർക്ക് ഇതൊരു പുതുമയാണ്. നല്ല ചുമന്ന ആ സൂര്യൻ ജസ്റ്റ് അങ്ങോട്ട് താന്നു പോയുള്ളൂ. നമ്മളെത്തിയപ്പോൾ കുറച്ച് വൈകിപ്പോയി. ഇവിടെ സൈഡിലായിട്ട് ഒരു ചാപ്പലുണ്ട്, നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ കൂടി വണ്ടികൾ കൂടുതൽ ഓടുന്നതുകൊണ്ടിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എല്ലാ സ്ഥലത്തു നിന്നും. ലൈക്ക് ഗോവയിൽ ഇപ്പോൾ വിസിറ്റ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ നോർത്ത് ഇന്ത്യൻസ്, നോർത്തിൽ നിന്ന് വരുന്ന ആളുകളാണ് ഇവിടെ കൂടുതലായിട്ടും വരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ റോഡും കാര്യങ്ങളും ഇപ്പോൾ സൈഡിൽ തെങ്ങും തോപ്പും അതും ഇതുമെല്ലാം കാണാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ റെയറായിട്ട് കിട്ടുന്നൊരു ഇതാണ്. ഇവിടെ ഗോവ വരുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ കേരളത്തിലേക്കൊക്കെ കടക്കുമ്പോഴാണ് അവരത് കാണുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു കാര്യം. ഇതാണ് ഞാൻ പറഞ്ഞ ചാപ്പൽ. ഇവിടെ ഒരു ചാപ്പലുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, പര ദ കോക്കനട്ട് ട്രീ റോഡ് എന്നാണ് ഇതിൻ്റെ ഗൂഗിളിൽ കാണിച്ചിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ പേര്. ഇവിടെ കണ്ടോ, ഇവിടെ വണ്ടിയൊക്കെ ഇറക്കിയിടാം. അവിടെ അമ്മമാർ വണ്ടിയൊക്കെ ഓടിച്ച് തകർക്കുന്നുണ്ട്. താറ് അവിടെ ഒരെണ്ണം ദൂരമായിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ഈ റോഡിൻ്റെ അറ്റം വരെ ഒന്ന് ജസ്റ്റ് പോയി നോക്കാം. നല്ല വൈബാണ്. കാരണം ആളുകൾ ഇഷ്ടംമാതിരി പ്രസൻറ്റാണ്. ഈ റോഡിൻ്റെ ഈ അറ്റം തുടങ്ങി ആ അറ്റം വരെ ഫോട്ടോ എടുക്കലായിരിക്കും എല്ലാവരുടെ ഒരു ഹോബി എന്ന് പറയുന്നത്. കണ്ടോ, നമ്മൾ വന്നൊരു ടൈം കറക്റ്റാണ്. ഈ ഒരു ടൈമിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യൻ്റെ അഗാധമായ ചൂടോ അല്ലെങ്കിൽ എന്താ പറയുക വെയിലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു ടൈമിലാണ് എല്ലാവരും ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഞാനിവിടെ ഒരു ഉച്ച ടൈമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം നേരെ മേളിൽ നിന്ന് ലൈറ്റ് അടിക്കാൻ നേരത്ത് നമുക്ക് ആ ഉദ്ദേശിക്കുന്ന ഫ്രെയിമോ കാര്യങ്ങളോ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങളിവിടെ വരികയാണെങ്കിൽ അതിന് ഐഡിയലായിട്ടുള്ളൊരു ടൈമെന്ന് പറയുന്നത് ഒരു വൈകുന്നേരം 4 മണി പിടിക്കുക. 4 മണി പിടിച്ചാലുള്ളൊരു ഗുണം എന്താണെന്നറിയോ, 4 or 5 പിടിക്കുക. ഇപ്പം നമ്മളെത്തിയപ്പോൾ 6 o'clock ആയി. അതുകൊണ്ടിട്ടാണ് നമുക്ക് ആ ഒരു സംഭവം മിസ്സായി പോയത്. കണ്ടോ, സൺസെറ്റ് ആ ഒരു റെഡ് കളർ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ആ സണ്ണ് ഇറങ്ങിപ്പോകുന്നത് എടുത്തിരുന്ന് വെച്ചെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. വണ്ടി വെച്ച് അപ്പോൾ ഇത് കണ്ടിരുന്നു. പക്ഷേ വണ്ടി ലോക്ക് ചെയ്ത് കഴിഞ്ഞ് നോക്കാൻ നേരത്ത് അത് മിസ്സിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഇനിയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് പോകുമല്ലോ എന്നുള്ളൊരു കാരണം കൊണ്ടിട്ടാണ് നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പോയത്. അല്ലെന്നായിരുന്നു വെച്ചെങ്കിൽ പിന്നെ നമ്മൾ പള്ളിയിലൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്താനും കുറച്ച് ലേറ്റായി. കണ്ടോ, എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ള മലയാളികൾ അല്ലെന്നാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെ വരുന്ന ആളുകളൊന്നും ഇത് വിസിറ്റ് ചെയ്യാറില്ലെന്ന് തോന്നുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതുമയല്ലല്ലോ. നമ്മുടെയൊക്കെ നാട്ടിൽ ഇഷ്ടമാതിരി സ്ഥലങ്ങളിൽ നമുക്ക് ഇതേപോലത്തെ കാര്യങ്ങൾ കാണാൻ സുലഭമായിട്ടുള്ളതാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താ റെയർ ഇതാണ്. ഡൽഹിയിലും മുംബൈയിലും അല്ലെങ്കിൽ നോർത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്പോട്ടുകളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പോയ സ്ഥലത്തൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ടിട്ട് ഒരു റെയർ ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇതെന്ന് പറയുന്നത്. അവരിത് വെച്ചിട്ട് ഫോട്ടോസ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും അവിടെ നിന്നിട്ട് തെങ്ങിൻ്റെ ചോട്ടിൽ മറ്റേ ക്യാമറ വെച്ചിട്ട് ടൈമർ വെച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കണല്ലോ അവിടെ. അപ്പം ഞാൻ വിചാരിച്ചു ഇവരെന്താണ് ഈ കാണിക്കുന്നതെന്നുള്ളത്. ഞാൻ അവിടെ കാണിച്ചു തരാൻ വേണമെങ്കിൽ അവർ രണ്ടുപേരും ടൈമർ വെച്ചിട്ട് ഫോട്ടോസ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ആരും എടുത്തു കൊടുക്കാനല്ലോ തോന്നുന്നു. അതുകൊണ്ടിട്ട് അവർ ടൈമർ വെച്ചെടുക്കുന്നത്.
നമ്മളിങ്ങനെ ഒരു എല്ലായിടത്തും ആളുകൾ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇരുന്ന് കിടന്ന് നിന്ന് എല്ലാ രീതിയിലും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. വണ്ടിയുടെ ഹോൺ വേറൊരു വണ്ടി ഒരു ഹോൺ അടിക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആക്സിഡൻറ്റ് നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കാറുകൾ പാസ് ചെയ്ത് പോകാൻ നേരത്ത് ശ്രദ്ധിക്കത്തില്ല, നമ്മൾ റോഡിന് നടുക്കായിരിക്കും. അപ്പോൾ പിന്നെ ചില ആളുകളുണ്ട് റോഡിന് നടുക്ക് ആ ഇരുന്നും നിന്നുമൊക്കെ എടുക്കുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ, സെൻട്രലായിട്ട് നമ്മൾ നിൽക്കുന്നു, രണ്ട് സൈഡിലും തെങ്ങ്, പിന്നെ ആ ഒരു ഫ്രെയിം നല്ലതായിരിക്കും, അത് ശരിയാണ്. പക്ഷേ വണ്ടികൾ വരാൻ നേരത്ത് മുട്ടാനുള്ള ചാൻസ് ഉണ്ട്. പലപ്പോഴായിട്ട് ഇവിടെ മുട്ടണ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇനി ഞാൻ അങ്ങനത്തെ ഒരു സീൻ കണ്ടില്ല. കാരണം എല്ലാവരും നല്ല ലൗഡായിട്ട് പുറകിൽ വന്ന് ഹോൺ അടിച്ച് ഡിസ്റ്റർബ് ചെയ്ത ആൾക്കാരെ മാറ്റിയിട്ടാണ് ഫ്രണ്ടിലേക്ക് പോകുന്നത്. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം നമ്മുടെ അവിടെയൊക്കെ ഞാനാണെങ്കിൽ കുട്ടനാട്, ആലപ്പുഴ അങ്ങനെയുള്ള ഒരു സ്പേസിലേക്കൊക്കെ ഓടിക്കുന്നതുകൊണ്ടിട്ട് നമുക്കറിയാം അവിടേക്ക് ഇതൊരു പുതുമയൊന്നുമല്ല. ഇറ്റ്സ് എ നോർമൽ തിങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ആ മൂവി, ഈ ഒരു സ്പോട്ട് ഫേമസ് ആയത് ആ മൂവിയിലൊരു സോങ് ഉണ്ട്, ആ സോങ്ങിലൂടെയാണ് അത് ഫേമസ് ആയത്. അപ്പോൾ തമ്പനയിൽ നമുക്കതിടാം എന്നാണ് ഞാൻ കരുതുന്നത്. ചിലപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ തന്നെ വെച്ചിട്ട് തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് നോക്കി പുള്ളി സെൽഫി സ്റ്റിക്ക് വെച്ചിട്ട് രണ്ടുപേരും കൂടി വന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നുണ്ടോ, അടിപൊളി. അപ്പുറത്തും ആളുകൾ എടുക്കുന്നുണ്ട് കണ്ടോ, അവർ സെൽഫി സ്റ്റിക്ക് അവർ ചെക്ക് ചെയ്യാൻ വേണ്ടി പോണേന്. അപ്പോൾ അങ്ങനെ ഒരു ഇത് നമ്മൾ ഏകദേശം എൻഡിലെത്തി കേട്ടോ. ഇനി നമുക്ക് അധികം ദൂരം ഇല്ല, അവിടം വരെ ഉള്ളൂ. ആ റെഡ് കാർ കണ്ടോ, അവിടം വരെ ആ ഒരു ഇതുള്ളൂ. അതിൻ്റെ ഇപ്പുറത്തേക്കാണ് ആളുകൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അത് നമുക്ക് ഈ വീഡിയോ ഇപ്പോൾ ഓൾറെഡി 7 minutes ആയി. നമുക്കെന്നാൽ വൈൻഡപ്പ് ചെയ്യാം. ഇതിൽ നമുക്ക് കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ഇവിടെ വന്നതിൽ നമ്മൾക്ക് ചെയ്ത് തീർക്കാണ്ട്. നമുക്കിനി ഒന്ന് ആരംബോൽ ബീച്ചിലേക്കും കൂടി പോകണം. അതും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫിനിഷ് ആവും. ഓക്കെ.